എന്താ അമ്മേ? എന്തിനാ എല്ലാരും വിളിപ്പിച്ചേ? ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവാ. എന്താ? നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേണം അത് നടക്കാൻ. എന്ത് ചടങ്ങ്? അത് പറയാം. അതിനു മുമ്പ് ദേവികയെക്കുറിച്ച് 1-2 വാക്കുകൾ എനിക്ക് സംസാരിക്കാനുണ്ട്. നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തതു മുതൽ ഞാൻ ദേവികയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ശ്രദ്ധിച്ചല്ല, അത്രയ്ക്ക് ആകർഷണീയ വ്യക്തിത്വമാ ദേവികയ്ക്കുള്ളത്. ആ ആകർഷണീയതയ്ക്ക് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല. ദേവികയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദേവികയുടെ ആത്മാർപ്പണവും ഉത്തരവാദിത്വ ബോധമാണ്. ഒരു കാര്യം ദേവികയെ ഏൽപ്പിച്ചാൽ ദേവിക അത് കൃത്യമായി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ചെയ്തു തീർത്തിരിക്കും. അല്ല മാഡം, ഇപ്പൊ ഇതൊക്കെ പറയാനുള്ള കാരണം? പറയാൻ കാരണങ്ങളുണ്ട്, ഞാൻ പറയട്ടെ. അങ്ങനെ ദേവികയെക്കുറിച്ച് പറയാൻ തുടങ്ങിയ ധാരാളം പറയാനുണ്ട്. ദേവിക നമ്മുടെ കുടുംബത്തിലേക്ക് വന്നത് തന്നെ ദൈവനിയോഗമാ, നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാ, നമ്മുടെ ഭാഗ്യ, പ്രത്യേകിച്ച് സിദ്ധുവിന്റെ ഭാഗ്യം. സത്യം പറഞ്ഞ ദേവിക ഈ കുടുംബത്തിലെ മരുമകളല്ല, മകളാ. ഇതെന്താ, ദേവിക ചേച്ചിയോടുള്ള നന്ദി പ്രകടനത്തിന് നടത്തുന്ന മീറ്റിംഗ് ആണോ? കുറച്ചുകൂടെ ഒന്ന് ക്ഷമ കാണിക്ക്. യഥാർത്ഥ കാര്യം ഞാൻ പറയാൻ പോവാ. എന്താ കാര്യം? അത് പറയ് ജാനകി. കാലാകാലങ്ങളായി ഈ വീട്ടിലെ താക്കോലുകൾ കൈവശം വെക്കുന്നത് ഈ വീട്ടിലെ മൂത്ത മരുമകളാ. ഇപ്പൊ താക്കോൽ എന്റെ പക്കലാ ഉള്ളത്. ഞാനിത് ഇന്നിവിടെ വെച്ച് ദേവികയെ ഏൽപ്പിക്കാൻ പോവാ. ദേവികയാണല്ലോ ഇപ്പൊ ഇവിടുത്തെ മൂത്ത മരുമകൾ. താക്കോൽ ഏൽപ്പിക്കുക എന്ന് വെച്ചാ ഈ വീടിന്റെ ചുമതല മുഴുവൻ ഏൽപ്പിച്ചു എന്ന അർത്ഥം. ഇനി ഇവിടുത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ദേവികയായിരിക്കും. ജാനകി, നീ ഈ തീരുമാനം ആലോചിച്ച തന്നെയാണോ എടുത്തത്? ഞാൻ ഇവിടെ വന്നു കയറിയപ്പോ അമ്മ എന്നോട് കാണിച്ച വിശ്വാസം എനിക്കിപ്പോ ദേവികയിലുണ്ട്. മാഡം, പറയുമ്പോ മാഡത്തിന് വിഷമം തോന്നരുത്. എനിക്ക് സാധിക്കില്ല മാഡം. ഇത്രയും വലിയ ചുമതലയൊന്നും ഏറ്റെടുക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്കതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടനെ സംരക്ഷിക്കാൻ അതാ എന്റെ കർത്തവ്യം. അത് ഞാൻ നന്നായി ചെയ്തോളാം. അങ്ങനെ പറഞ്ഞൊഴിയാൻ ദേവി ചേച്ചി ഞങ്ങൾ അനുവദിക്കില്ല. അമ്മേ, വീടിന്റെ ചുമതല മാത്രം കൊടുത്ത് ദേവി ചേച്ചി ഒതുക്കരുത്. ഓഫീസിന്റെയും ബിസിനസിന്റെയും ചുമതല കൂടി ദേവി ചേച്ചി ഏൽപ്പിക്കണം. ഋഷി, എനിക്കും ഋഷിയേട്ടന്റെ അതേ അഭിപ്രായം തന്നെയാണ്. ദേവികേച്ചിയുടെ മാനേജ്മെന്റ് സ്കിൽസ് മുഴുവനും നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അയ്യോ, ഞാൻ ഒന്നിനുമില്ല. എനിക്കെന്റെ കുട്ടന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ദേവികയ്ക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മാഡം, ഈ വീടിന്റെ താക്കോലുകൾ ദേവിക സ്വീകരിച്ചേ മതിയാവൂ. ചുമതലകളെ ഏറ്റെടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്ത് ദേവികയ്ക്ക് ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പോവേണ്ടി വരും. ചേച്ചി, ഒരു വെല്ലുവിളിയായി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ചേച്ചി ഒരിക്കലും പരാജയപ്പെടില്ല. ജയം മാത്രമേ ചേച്ചിക്കുണ്ടാവൂ. ചേച്ചിയുടെ നന്മയെ അംഗീകരിക്കാൻ കഴിയാത്തവർക്കുള്ള മറുപടിയായിരിക്കണം ചേച്ചിയുടെ വിജയം. നീ എന്നെ ഉദ്ദേശിച്ചല്ലേ അത് പറഞ്ഞത്? പറ, എന്നെ ഉദ്ദേശിച്ചല്ലേ അത് പറഞ്ഞത്? അഞ്ജിതേ, ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ നീ എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. നീ എന്നെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. അതീന്ന് ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട നീ. അഞ്ജിതേ, നിർത്ത്. നീ വാടിക്ക്. അഭിയേട്ടാ, നീ ഇപ്പൊ ഒന്നും പറയണ്ട, മനസ്സിലായല്ലോ? എല്ലാരും ഒന്ന് നിർത്തിക്കേ. ജാനകി,
നീ ആ താക്കോല് ദേവിക ഏൽപ്പിക്കുക. വാങ്ങിക്കും മോളെ. ഇതെന്റെ കയ്യിലല്ല ഇരിക്കേണ്ടത്. കുട്ടനാണ് ഈ വീടിന്റെ യഥാർത്ഥ അവകാശി. അതുകൊണ്ട് ഈ താക്കോല് ഞാൻ കുട്ടനെ ഏൽപ്പിക്കുക. ഭാഗ്യം എപ്പോഴും അവളുടെ കൂടെ തന്നെയാ. കണ്ടില്ലേ, ഈ വീടിന്റെ ഭരണം മുഴുവൻ അവളുടെ കയ്യിലായി. താക്കോൽ കൂട്ടം കൈമാറിയതോടെ എല്ലാ അധികാരവും അവൾക്കായില്ലേ. നീ ഇതും പറഞ്ഞ് മേൽപോട്ട് നോക്കിയിരുന്നോ? ഇതെല്ലാം സംഭവിച്ചതേ നിന്റെ ഒരു ഒറ്റ ആളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാ. എന്റെ പിടിപ്പുകേടോ? അതെങ്ങനെ എന്റെ പിടിപ്പുകേടാവും? ജാനകി ചേച്ചിയുടെ കൈവശം ഉണ്ടായിരുന്ന താക്കോൽ കൂട്ടം ജാനകി ചേച്ചി ദേവികയ്ക്ക് കൊടുത്തു. അതിന് ഞാനെന്ത് പഴിച്ചു? എടി, ഈ വീട്ടിലേക്ക് നീ വലതുകാല് വെച്ച് കയറി വന്നപ്പോ തന്നെ ഞാൻ നിന്നോട് ഉപദേശിച്ചതാ, എങ്ങനെയും അമ്മയെ സോപ്പിട്ട് ജാനകി ചേച്ചിയുടെ കയ്യിൽ നിന്നും ഇവിടത്തെ താക്കോലുകൾ നീ നേടിയെടുക്കണമെന്ന്. എന്നിട്ട് നിന്നെ കൊണ്ട് തന്നെ സാധിച്ചോ? ഇല്ലല്ലോ. എടി, നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം നിന്റെ കയ്യിലിരുന്നേനെ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? എനിക്ക് സാധിക്കാവുന്ന തരത്തിലൊക്കെ ഞാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങളുടെ അമ്മ അമ്പിനും വില്ലിനും അടുക്കണ്ടേ? അവർക്ക് ജാനകി എന്ന് വെച്ച ജീവനല്ലേ? ജാനകിയോട് വലിയ സ്നേഹവും വിശ്വാസവും അല്ലേ? അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് വല്ലതും അവരുടെ തലയിൽ കയറുമോ? ഒഴുക്കിനെതിരെ നീന്തനോടി. തുറക്കാത്ത വാതിലുകളെ മുട്ടി തുറക്കണം, അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇനി ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പശുവും ചത്തും മോരിലെ പുളിയും പോയി. നമുക്കൊന്നും പരാജയം മാത്രമേ ഉള്ളൂ ഏട്ടാ. ദേവിക ദിവസം ദിവസം വളർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ അധികം പെട്ടെന്നൊന്നും നമുക്കവളെ പിടിച്ചേട്ടനായെന്ന് വരില്ല. പരിങ്ങലിലാവുന്നതേ നമ്മുടെ നിലയാ. മരുന്ന് കൊടുത്ത് സിദ്ധുവിനെ തളർത്തണമെന്ന് കരുതിയിട്ട് അതും പാളിപ്പോയി. അല്ല, നിനക്കെന്താ അവളെ പേടിയെ തുടങ്ങിയോ? പേടിയൊന്നുമല്ല, ദേവികയ്ക്കെതിരെ നമ്മുടെ ഒരു അടവും യേശുന്നില്ലല്ലോ എന്ന നിരാശയാ എനിക്ക്. അങ്ങനെ നിരാശപ്പെട്ട് തളർന്നു നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ മായേ. നമ്മുടെ കുഴി നമ്മളായിട്ട് കുത്തുന്നതിന് തുല്യമാത്. ദേവിക എത്രത്തോളം വിജയിച്ചാലും ആ വിജയം കൊണ്ട് പിന്നോക്കം പോകാൻ പാടില്ല. നമ്മള് ദേവികയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇനി എന്ത് ചെയ്യും ഹരിയേട്ടൻ, അത് പറ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഹലേച്ചാ, എനിക്കും വീഡിയോ ഗെയിം കളിക്കണം. എനിക്ക് താ. മോന് വീഡിയോ ഗെയിം കളിക്കണോ? വേണം, എനിക്കും കളിക്കണം. എന്നാ മോനൊരു കാര്യം ചെയ്യും, ഇവിടെ ഒന്നിരിക്കും. ഇളയച്ചൻ മോനൊരു വീഡിയോ ഗെയിം വെച്ച് തരാം. ഇവിടെ ഇരിക്കേ. മോനത് വെച്ചോ. മോനെ, ഈ ഗെയിം ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണോ? നിങ്ങൾ എന്താ ഇവനെ കളിപ്പിച്ച് പഠിപ്പിക്കാൻ പോവാണോ? നീ ഒന്ന് വെയിറ്റ് ചെയ്യുമായേ, ഒരു കാര്യമുണ്ട്.
ഇതിൽ വീഡിയോ ഗെയിം വന്നില്ലല്ലോ. അതിപ്പോ ഇളയച്ചൻ ശരിയാക്കി തരാം. ദാ. ആ മോനെ കാർ റേസിംഗ് ഇഷ്ടമാണോ? ആ എനിക്ക് ഭയങ്കര ആ ഇഷ്ടമാണ്. എന്നാ അത് തന്നെ വെച്ചുതരാം. ആ ആ വോളിയം കൂടി തരാം, വോളിയം കൂടി തരാം. ആ മതി 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 മതി. കുട്ടാ, എന്താ എന്താ പറ്റിയത്? അയ്യോ കുട്ടാ, 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 എന്തു പറ്റി? കുട്ടാ എഴുന്നേക്ക്. കുട്ടാ, 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 എന്താ സംഭവിച്ചത്? അത് ഞാൻ ഫോണിൽ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരുന്നപ്പോ അവനും കളിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. നിർബന്ധം പിടിക്കാൻ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുന്നത്? ഞാൻ ഫോൺ അവന്റെ കൈ കൊടുത്തു. അവൻ അതിൽ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിനിടയില അവൻ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ബോധം കെട്ടി വീണത്. കുട്ടാ, കുട്ടൻ ഇത് എന്തിനാ കൊടുത്തത്? ഒരുപാട് ഉച്ചത്തിലുള്ള ശബ്ദവും ബഹളവും കേട്ടാല് കുട്ടന്റെ നിയന്ത്രണം തെറ്റുന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ? എന്തായാലും ഇത് തീർത്തും ഉത്തരവാദിത്വം ഇല്ലാത്ത പരിപാടിയായി പോയി. കുട്ടനെ കെയർ ചെയ്യേണ്ടവർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും? കുട്ടനെ കൊണ്ട് ഈ ഒരു ഗെയിം നിങ്ങൾ കളിപ്പിക്കരുതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കയ്യിലെ ഫോൺ അവൻ ബലമായി പിടിച്ചു വാങ്ങിയതാ. ഇവൻ വാശി പിടിച്ച് ഓരോന്ന് ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാശി പിടിച്ചാലും കുട്ടന് നിങ്ങൾ ഇത് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് നിങ്ങൾക്ക് അറിയില്ലേ? ഓ, ഇപ്പോ കുറ്റം മുഴുവൻ ഞങ്ങളുടേതായി. അതെ, നിങ്ങൾ തന്നെയാണ് കുറ്റക്കാര്. കുട്ടന്റെ മാനസികാവസ്ഥ അറിഞ്ഞിട്ടും ഫോൺ കൊടുത്ത നിങ്ങൾ തന്നെയാ കുറ്റക്കാര്. ദേവികേ, എടി നീ ആരോടാ എതിർത്ത് സംസാരിക്കുന്നത്? ഹരിദാസ് ആരാണെന്നാ നിന്റെ വിചാരം? നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്താ ഹരിയെ മായ നീ കാണേണ്ടത്. അതെങ്ങനാ? മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയണ്ടേ? വളർത്തുഗുണം. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതായിരുന്നെങ്കിലേ ഒരിക്കലും നീ ഇവരോട് ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല. മുത്തശ്ശി, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇനി ആരും കുട്ടനോട് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്റെ മറ്റൊരു മുഖം കൂടി നിങ്ങൾ എല്ലാവരും കാണേണ്ടി വരും. വളരെ മോശം അനുഭവമായിരിക്കും എന്നിൽ നിന്നുണ്ടാവുന്നത്. നിങ്ങൾക്കാർക്കും അത് സഹിക്കാൻ സാധിച്ചെന്നു വരില്ല. കുട്ടാ, 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 എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? പറയേ. എനിക്ക് ഉറങ്ങണം. വാ, നമുക്ക് മുറി പോവാം. അഞ്ജു, വേണ്ട, എനിക്കിനി ഇവിടെ ജീവിക്കണ്ട അമ്മ. ഇവിടെ നിക്കണ്ട, എനിക്കിവിടെ നിക്കണ്ട. എന്താ എന്താ അവിടെ സംഭവിച്ചേ? അവിടെ നിൽക്കാൻ നിനക്കിപ്പോ എന്താ കുഴപ്പം? അല്ലഞ്ചു, നീ എന്തിനാ ഇപ്പൊ കരയുന്നേ? വേണ്ട, ഇവിടെ നിന്നാ ശരിയാവില്ല അമ്മ. അമ്മ ഒന്ന് വേഗം വാ, എന്നിട്ട് എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോ.
അതിന് മാത്രം അവിടെ എന്ത് പ്രശ്നം ഉണ്ടായിന്നാ ഞാൻ ചോദിക്കുന്നേ. എനിക്കിവിടെ ശരിയാവില്ല അമ്മ. അഞ്ജു, അതിന്റെ കാരണം എന്താന്ന് പറ. അഭി നിന്നെ വല്ല വഴക്കം പറഞ്ഞോ? അവൻ നിന്നെ ഉപദ്രവിച്ചോ? ഏയ് ഇല്ല. പിന്നെന്താ ഉണ്ടായേ? അവിടെ നിന്നെ ആരെങ്കിലും ശകാരിച്ചോ? ഇല്ല. ശ്ശേ, ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താ അഞ്ജു വിഷയം? എനിക്ക് ഇവിടെ ഒരു വിലയുമില്ല. എല്ലാരും കൂടെ അവളെ ആ ദേവിക്ക് എടുത്ത് തലയിൽ വെച്ചേക്കുവാ. അവളെ ഇപ്പോ ഇവിടുത്തെ റാണിയായിട്ട് വാഴിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. മോളെ, നീ കാര്യം എന്താന്ന് തെളിച്ചു പറ, എന്നാലല്ലേ എനിക്കത് മനസ്സിലാവൂ. കുറച്ചു മുമ്പ് ഇവിടെ ഒരു മഹത്തായ ചടങ്ങ് നടന്നു. ചടങ്ങോ? കാലാകാലങ്ങളായി ഈ വീട്ടിലെ താക്കോലുകൾ കൈവശം വെക്കുന്നത് ഈ വീട്ടിലെ മൂത്ത മരുമകളാ. ഞാനിത് ഇന്നിവിടെ വെച്ച് ദേവികയെ ഏൽപ്പിക്കാൻ പോവാ. ഓഫീസിന്റെയും ബിസിനസിന്റെയും ചുമതല കൂടി ദേവിക ചേച്ചി ഏൽപ്പിക്കണം. അതുകൊണ്ട് ഇപ്പോ വീടിന്റെ ഓഫീസിന്റെയും സ്കൂളിന്റെയും താക്കോലും അധികാരവും ഒക്കെ ആ ദേവിക്ക് ഏൽപ്പിച്ചിരിക്കുക. ഇനി അവളായിരിക്കും ഇവിടുത്തെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധികാരി. ഞാൻ വെറും കറിവേപ്പില്ല, ഇവിടുത്തെ വെറും ഒരു അടിമ. ഞാൻ എന്തിനാ ഇവിടെ ഒരു അടിമയായിട്ട് നിൽക്കുന്നത്? അമ്മ എന്തൊന്നും മിണ്ടാത്ത? അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ? എടി, നിന്നെ ഞാൻ അവിടെ പൊന്നാരൻ തോട്ടത്ത് തറവാട്ടിലേക്ക് കെട്ടിച്ചു വിട്ടത് തോറ്റു തുന്നമ്പാടി തിരികെ വരാനല്ല, അവിടുത്തെ മഹാറാണിയായി വാഴാൻ വേണ്ടിയിട്ടാ. അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. നീ കരയാതിരിക്കേ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കരയല്ല വേണ്ടത്, വീറോടെ പോരാടണം. നിന്റെ ചങ്കിൽ തറച്ച വേദനയ്ക്ക് നീ പകരം വീട്ടണം. അവൾക്കിപ്പ കിട്ടിയിരിക്കുന്ന അധികാരവും സ്ഥാനവും എല്ലാം നീ തട്ടിത്തെറിപ്പിക്കണം. നീ ടെൻഷനാവണ്ട, എല്ലാം ഞാൻ ഏറ്റു. മോളെ, നീ ഒരിക്കലും അടിമയാകാൻ പോകുന്നില്ല. അതിന് ഞാൻ അനുവദിക്കേയില്ല. അടിമയാവാൻ പോകുന്നതേ അവളാ, ആ ദേവിക. അവളെ ഞാൻ തറ പറ്റിക്കും. അവളെ കൊണ്ട് നിന്റെ ദാസിപ്പണി ഞാൻ ചെയ്യിപ്പിക്കും. നീ ധൈര്യമായിട്ടിരുന്നോ മോളെ. നീ തന്നെയാ പൊന്നാരൻ തോട്ടത്തെ സർവാധികാരി. ഇതൊക്കെ നടക്കുമോ അമ്മ? നടക്കും. ഞാനത് നടത്തി കാണിച്ചു തരും. നീ കരയണ്ട, ഞാൻ വിളിച്ചോളാം. പൊന്നാരൻ തോട്ടത്തെ മഹാറാണി എന്റെ മോള. ദേവികയെ എന്ത് ചെയ്യണമെന്ന് ഈ സുലോചന തീരുമാനിക്കും. ദേവികയെ നീ കരുതിയിരുന്നോ, നിനക്കുള്ള പണി ദാ വരുന്നുണ്ട്. അച്ഛാ, എന്താ സുലോചനെ? നമ്മൾ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്ന വിരുന്നിനെ കുറിച്ചേ, അതിനെപ്പറ്റി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ, പറഞ്ഞോളൂ. ഇപ്പൊ ഈ വിരുന്ന് ചടങ്ങുകളെല്ലാം വലിയ പരിഷ്കാരത്തോടെയാണല്ലോ നടത്തുന്നത്. നമുക്ക് ആ പരിഷ്കാരമൊന്നും വേണ്ട. പരമ്പരാഗതമായ രീതിയിൽ നാട്ടാചാരപ്രകാരം അതിൻ്റെതായ തനിമയോടെ നടത്തിയാൽ മതി. അതെ, നിങ്ങളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പേരിന് വിരുന്ന് നടത്താന്ന് മാത്രമേ ഞാൻ സമ്മതിച്ചിട്ടുള്ളൂ. അറിയാലോ, ദേവികയുടെ വിവാഹമേ ഞാൻ അംഗീകരിച്ചിട്ടില്ല. പിന്നെയല്ലേ വിരുന്ന്. അതുകൊണ്ട് വിരുന്നെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങ് കാട്ടിക്കൂട്ടിയാ മതി. നാട്ടാചാര പ്രകാരമുള്ള സൽക്കാരമൊന്നും വേണമെന്നില്ല. ശ്രീകല, അങ്ങനെ പറയരുത്. നമ്മൾ ഈ ചടങ്ങ് ഭംഗിയായി തന്നെ നടത്തണം. നമ്മുടെ മരുമക്കളെ ഗംഭീരമായി ആദരിച്ച അതിന്റെ ഗുണം നമ്മുടെ മക്കൾക്ക് തന്നെയല്ലേ കിട്ടുന്നത്. മോളെ, സുലോചന പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിന് പണത്തിന് ഇത്തിരി പ്രയാസമുണ്ട്. എങ്കിലും കുടുംബത്തിന്റെ അഭിമാനത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. നമ്മളത് നിലനിർത്തണം മോളെ. മരുമക്കളെ നല്ല രീതിയിൽ സ്വീകരിച്ച് വിരുന്നൂട്ടിയാല് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമാ ഉയരുന്നത്. അല്ലാതെ
വിരുന്ന് ചടങ്ങ് വഴിപാട് പോലെ നടത്തി തീർത്താല് അതിന്റെ ക്ഷീണം നമ്മുടെ കുടുംബത്തിനല്ലേ? പൊന്നാരം തോട്ടത്തുകാര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? അല്ലെങ്കിലും എന്റെ അഭിപ്രായത്തിന് ഒരു അംഗീകാരവും ഇവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. മോളെ ശ്രീയല്ലേ, ഞാൻ പറയുന്ന മനസ്സിലാക്ക. എനിക്കൊന്നും മനസ്സിലാക്കാനില്ല അച്ഛാ. ഒന്നും പറയാനും ഞാനില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ. ഇതുവരെ അങ്ങനെയാണല്ലോ ഇവിടെ നടന്നത്. ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി. ശ്രീയല്ലേ, ശ്രീയല്ലേ, ശ്രീകലയുടെ പരാതിയും പണക്കൊന്നും നീ കാര്യമൊക്കെ എടുക്കണ്ട. നിന്റെ ഇഷ്ടപ്രകാരം നാട്ടാചാരപ്രകാരം ചടങ്ങ് നടക്കട്ടെ. അമ്മേ, അഞ്ജു, നീ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയാണോ? ഞാൻ എങ്ങനെ സന്തോഷിക്കും? ദേവികേച്ചിയുടെ കയ്യിൽ നിന്ന് ഇവിടുത്തെ അധികാരം മുഴുവൻ എന്റെ കയ്യിൽ വരുന്നത് വരെ എനിക്ക് സങ്കടം മാറില്ല അമ്മ. എന്നാലേ നിന്റെ സങ്കടം ഉടനെ തന്നെ മാറും. എങ്ങനെ?